ഹലോ, സെയിൽസിൽ സ്കില്ല് എങ്ങനെ കൂട്ടാം, നല്ല ശമ്പളം വാങ്ങുന്ന സെയിൽസുകാരനായിട്ട് എങ്ങനെ മാറാം, ഇതിൻ്റെ ഒരു പാർട്ട് 1 നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത് എന്ന്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ്. ഓക്കെ, അൻസാർ മുഹമ്മദ് വിത്ത് യു. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഒരു 5 സ്കില്ലുകൾ എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് നല്ല ഒരു ഗോള് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അഥവാ എല്ലാ വർഷവും നമ്മളിപ്പോൾ സെയിൽസ് ചെയ്യുകയാണല്ലോ, ഈ വർഷം എത്ര മില്യൺ സെയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എത്ര ക്ലയൻസ് നമുക്ക് വേണ്ടി വരും, എത്ര കോളുകൾ നമ്മൾ ചെയ്യേണ്ടി വരും, അപ്പോൾ എത്ര കോളുകൾ ചെയ്താലാണ് നമുക്ക് എത്ര അപ്പോയിൻമെൻറ്റ് കിട്ടുക, എത്ര ആളുകളിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയാലാണ് നല്ലൊരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റുക, എത്ര ആൾക്ക് പ്രസൻറ്റേഷൻ കൊടുത്താലാണ് നമുക്കൊരു ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റുക. ഇതെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഒരു ലക്ഷ്യം വേണം. ഈ വർഷം എനിക്ക് ഇത്ര മില്യൺ റിയാലിൻ്റെ അല്ലെങ്കിൽ ഇത്ര മില്യൺ ദിർഹമിൻ്റെ സെയിൽ നമുക്ക് കൊണ്ടുവരണം, ബിസിനസ് കൊണ്ടുവരണം. ഇങ്ങനെ ഒരു വ്യക്തമായ സെയിൽസ് ടാർഗറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 25-30% നമുക്ക് ഈ വർഷം ടാർഗറ്റ് കൂട്ടിയിടണം. അങ്ങനെ ഇടുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല വ്യക്തമായ ഗോള്, ഒരു ലക്ഷ്യം, ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അത് നമ്മുടെ സെയിൽസ് ആക്ടിവിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കും. നമ്മൾ നല്ല ഒരു സെയിൽസ്മാനായിട്ട് നമ്മൾ മാറും. വേറെ രണ്ടാമത്തെ ഒരു പ്രധാനമായ കാര്യം, ഫോക്കസ് ഓൺ വാല്യൂ. നമ്മൾ ഈ ഒരു സാധനം വിൽക്കാനല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയാൽ അത് അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ, ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണമല്ലോ. അപ്പോൾ ആ ഉപകാരം എന്താണ്, അതിലാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത്. അപ്പം നമ്മുടെ ഫീൽഡിൽ ഈ നമുക്ക് വർക്ക് തരുന്ന ആളുകൾക്ക് ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ ആ പ്രഷർ എങ്ങനെ കുറക്കാം എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് തരുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വാല്യൂ ഇതാണ്. ഈ വാല്യൂ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സെയിൽസ് ട്രെയിനിങ് നമ്മൾ എത്ര ആളുകൾ ട്രെയിനിങ്ങിന് വരണമെന്നോ അവരിൽ നിന്ന് എത്ര പൈസ, അതൊന്നുമല്ല നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ സെയിൽസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ആ സെയിൽസ് ട്രെയിനിങ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സെയിൽസിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് എത്ര വലിയ പ്രൊഡക്റ്റും ഏത് നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റും എന്നും അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് അദ്ദേഹത്തിന് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. വലിയ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഏത് സെയിലും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താ, നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിൽസ്, നമ്മളെങ്ങനെയാണ് മില്യൺസിൻ്റെ സെയിൽസ് പഠിക്കുന്നത്, നമ്മളെങ്ങനെയാണ് വലിയ വാല്യൂ ഉള്ള സെയിൽസ് പഠിക്കുന്നത്, അത് തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ കോൺടാക്റ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെയിൽസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് 100% കോൺഫിഡൻസോട് കൂടെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആർക്കും വിൽക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുക. ഇതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ. നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഈ സെയിൽസ് ട്രെയിനിങ് നടത്തുക, അതിൽ നിന്ന് പൈസ വാങ്ങുക എന്നുള്ളതല്ല. നമ്മുടെ വാല്യൂ ഇതാണ്. നമ്മുടെ സെയിൽസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഏത് പ്രൊഡക്റ്റും അദ്ദേഹത്തിന് ആർക്കും സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, അപ്പം ഫോക്കസ് ഓൺ വാല്യൂ. നമ്മൾ ഈ സാധനം വിൽക്കുന്നതിനേക്കാൾ ആ സാധനത്തിൽ അവർക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പ്രധാനമായ കാര്യം, ഒരു ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറയുന്നത്, നമുക്കറിയാം സെയിൽസാണ്. എല്ലാവരും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. അപ്പം അത് കൂടുതലാണ്, ക്വാളിറ്റി കുറവാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുതലാണ്, ആ പ്രൊഡക്റ്റ് നല്ലതാണ്, ഇങ്ങനെ 100 കണക്കിന് ഒബ്ജക്ഷൻസ് നമ്മുടെ പ്രൊഡക്റ്റ് വെക്കുമ്പം വരും. അത് സ്വാഭാവികമാണ്. ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും ആളുകൾ എന്തെങ്കിലും, ഇത് വില കൂടുതലാണ്, ഇത്ര വില ഒന്നുമില്ല, അവിടെ ഇപ്പോഴത്തെ കടയിൽ ഞാൻ പോയതല്ലേ, അല്ലെങ്കിൽ ആ കമ്പനി ഞാൻ പോയതല്ലേ. അപ്പം കോമൺ ഒബ്ജക്ഷൻസ് വരും. ഓക്കെ, ഇത് വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ്റെ വളരെ പ്രധാനപ്പെട്ട കഴിവാണ്. അത് വളരെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് വരണം. നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് പറയാറുള്ളൊരു കാര്യം, ഒരു മടയിൽ നിന്ന് ഒരു തവണ പാമ്പ് കടിക്കാവും, പിന്നെ അവിടെ കടിക്കാൻ പാടില്ല. കാരണം അവിടെ പാമ്പുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളൊരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ അത് നോട്ട് ചെയ്യുന്നു, അതിൻ്റെ പരിഹാരം എന്താണ്, അതിൻ്റെ മറുപടി എന്താണ് നമ്മൾ കണ്ടെത്തുന്നു. ഇനി
അടുത്ത ആഴ്ചയോ നാളെയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ അടുത്ത വർഷമോ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾ ഈ ഒബ്ജക്ഷൻ ഉന്നയിച്ചാൽ വളരെ സ്മാർട്ടായിട്ട് കോൺഫിഡൻറ്റോട് കൂടെ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഒരു ഒബ്ജക്ഷൻ ഒരു വട്ടേ നമ്മൾ കുടുങ്ങാവും. പിന്നെ അതിൻ്റെ പരിഹാരം എന്താണെന്ന് പഠിച്ച് ഇനി ആ ഒബ്ജക്ഷൻ എപ്പോൾ വന്നാലും അതേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരിത് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ പല ഒബ്ജക്ഷൻസും നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാനുള്ള ക്ലൂ ആണ്. അപ്പോൾ ആളുകൾ പല ഒബ്ജക്ഷൻസ് ഇപ്പോൾ പ്രൈസ് കൂടുതലാണ് എന്ന് ഉദാഹരണമായി പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൈസ് കൂടുതലാണ്, അപ്പോൾ നമ്മൾ ചോദിക്കും ഹൗ ഡു യു മീൻ ഇറ്റ്, ഹൗ എക്സാക്ട്ലി ഇത്ര കൃത്യം ഇത് എത്രയാണ് കൂടുതലെന്ന് ചോദിക്കും. ഹൗ മച്ച് ഈസ് മോർ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം അവർ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ നമ്മളത് കറക്റ്റ് അവർക്ക് ഇവാലുവേഷൻ കൊടുത്ത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് ഇന്നാ പിന്നെ എടുക്കുകയല്ലേ എന്നുള്ള ഒരു ഡീലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. വേറെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓൺ ടൈമിൽ തരും എന്നതിന് എന്താണ് ഒരു ഗ്യാരണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ആൾ അതൊരു ഒബ്ജക്ഷനാണ്. അപ്പോൾ അപ്പം തന്നെ ഇദ്ദേഹം അറിയുന്ന ഒരാളെ ഞാൻ വിളിച്ചിട്ട് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു ഇവർ ഓൺ ടൈമാണോ? അവർ ഓൺ ടൈമാണ്. അപ്പോൾ ആ ഒരൊറ്റ വാക്കിൽ അയാൾ ഉന്നയിച്ച ഒരു ഒബ്ജക്ഷൻ നമ്മൾ ഡീല് ക്ലോസ് ചെയ്യുന്നതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാ പറഞ്ഞത്, ഒബ്ജക്ഷൻസ് നല്ല ഉഷാറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. വേറെ ഒന്ന്, സെയിൽസാണ് ജോലി. ചില ആളുകൾ പറയും വേണ്ട, നമ്മളെ പ്രൊഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും നമ്മളെ പ്രൈസ് ഏറ്റവും നല്ല പൈസ ആണെങ്കിലും ചില ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല, അവർ വേണ്ടാന്ന് പറയും. അപ്പം ചില ആളുകൾ പറയും പിന്നെ ആലോചിക്കാതെ പറയും. ചിലപ്പോൾ അവർക്കത് ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴും റിജക്ഷൻസ് വരുന്ന ഒരു ചാലഞ്ചിങ് ജോബാണ് സെയിൽസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ ഡിമോട്ടിവേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവിടെയൊന്നും തളരാതെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നിൽക്കാനുള്ളത്. ഇങ്ങനെ കുറേ ഫെയിലാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. ലോകത്തെ എല്ലാവരും അങ്ങനെയാണ്, ഒരുപാട് പരാജയപ്പെട്ടതിനെ വിജയിക്കുക. ഇതൊന്നും പേഴ്സണലല്ല, ഈ റിജക്ഷൻസ് ഒന്നും പേഴ്സണലല്ല. നമുക്ക് ഫിയർ ഓഫ് റിജക്ഷൻ വരാം, ഫിയർ ഓഫ് ഫെയിലിയേഴ്സ് വരാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരാം. അപ്പോഴൊന്നും തകരരുത്, ഡോണ്ട് ഗിവ് അപ്പ്. നമ്മൾ പിടിച്ചു നിൽക്കണം. സെയിൽസ് അങ്ങനെയാണ്. വളരെ സമാധാനത്തോടു കൂടെ നമ്മൾ ക്ഷമയോടുകൂടെ നിന്നാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ പോയിൻ്റ്, നമ്മൾ ഈ മേഖലയിൽ വരുന്ന ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതിന് പറ്റിയൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പം പുതിയ സോഫ്റ്റ്വെയറുകൾ, പുതിയ സ്ട്രാറ്റജികൾ, പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സെയിൽസിൻ്റെ സംവിധാനം എങ്ങനെ ഊർജിതപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നല്ല ഒരു അവബോധം നമുക്കുണ്ടാവണം. മാർക്കറ്റിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇങ്ങനെ എപ്പോഴും മാറ്റങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നല്ല ഒരു സെയിൽസ്മാനായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സെയിൽസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പാർട്ട് 2 ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞത്, ഒന്ന്, നല്ല ലക്ഷ്യം, ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മൾ സാധനം വിൽക്കുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. വി നീഡ് ടു ഫോക്കസ് ഓൺ ദ വാല്യൂ, what are the value we are going to give to the clients. അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതേപോലെ തന്നെ വി നീഡ് ടു ഹാൻഡിൽ ദ ഒബ്ജക്ഷൻ കെയർഫുള്ളി ആൻഡ് വെരി ഈസിലി. ഓക്കെ, അപ്പോൾ ഒബ്ജക്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതേപോലെ ഓൾവേസ് വി നീഡ് ടു സ്റ്റേ കോൺഫിഡൻറ്റ്. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, വി നീഡ് ടു അഡാപ്റ്റ് ദ ചേഞ്ചസ്. നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാവുകയും അതനുസരിച്ച് അതിൽ നിന്ന് എങ്ങനെ ഉഷാറാക്കി എടുക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യണം. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.